ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് ആദ്യം കുറച്ച് വീക്കെൻഡ് കുക്കിങ്ങും ലണ്ടനിലെ ജോയി ആലുക്കാസിൽ ഒരു ഗോൾഡ് ഷോപ്പിംഗും ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യത്തെ ഡിഷ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും ഉപ്പും വെളിച്ചെണ്ണയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി തിരുമി അരമണിക്കൂർ വെച്ചിരുന്നതാണ്. അതിലേക്ക് 2 സവോള അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊരു പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇല്ലാതെ എന്ത് പൊതിച്ചോറല്ലേ? പണ്ട് നമ്മുടെയൊക്കെ പൊതിച്ചോറിലെ സ്ഥിരം സാന്നിധ്യമല്ലായിരുന്നു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. എനിക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് എപ്പോ പൊതിച്ചോറ് ഉണ്ടാക്കിയാലും ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ആഡ് ചെയ്യും അതിനകത്ത്. അതവിടെ നിന്ന് റെഡി ആകട്ടെ. അടുത്ത ഐറ്റം മുളകിട്ട മീൻകറിയാണ്. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കുവാണ്. എന്നിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് വെള്ളത്തിൽ ചാലിച്ച് ചേർക്കുന്നത്. അതൊന്ന് പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന കൊടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൊടംപുളിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ചു വരണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുവാണ് അതിനിടയ്ക്ക് ഒന്ന് പോയിട്ട്. അപ്പൊ നമ്മുടെ കൊടംപുളിയും കൂടെ തിളച്ചു വന്ന സമയത്ത് ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്, തിളച്ച വെള്ളം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആ ഗ്രേവി തിളച്ചു കഴിഞ്ഞപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ്. സാമൻ ഫിഷ് ആണ് ഇവിടെ. അപ്പോ നമ്മുടെ മീൻകറി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാൻ പോവാണ്. വീണ്ടും നമ്മുടെ മെഴുക്ക് പുരട്ടിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതിപ്പോ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മീൻകറി തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി വീണ്ടും അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ദേ ഇപ്പൊ നമ്മുടെ കിഡിലൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് വറ്റി വരണം. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ്. അതിനായിട്ട് കടുക് പൊട്ടിച്ചു, കുറച്ച് ഉഴുന്നുപരിപ്പും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്റെ കയ്യിൽ ഫ്രഷ് കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഉണക്ക കറിവേപ്പില ഇട്ടത്. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ഇഞ്ചി കൊത്തി അരിഞ്ഞതും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റുന്നുണ്ട്. അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചാനലില് ഒരു വെറൈറ്റി ബീട്രൂട്ട് തോരന്റെ റെസിപ്പി കിടപ്പുണ്ട്, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ താഴെ അതിന്റെ ലിങ്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ബീട്രൂട്ട് വേകാനായിട്ട് അടച്ചു വെച്ചു. ഇതേ നമ്മുടെ മീൻകറി കണ്ടോ ഇപ്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബീട്രൂട്ട് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. നാളികേരം ചിരകിയതും കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടെയാണ് ഞാൻ അതിൽ അരച്ചേക്കുന്നത്. അത് അതിനകത്ത് മിക്സ് ചെയ്തു. ഇപ്പൊ നല്ല ലുക്കിലുള്ള അടിപൊളി ടേസ്റ്റുള്ള ബീട്രൂട്ട് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചോറ് വെക്കണം. അത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന കുത്തരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിനി അവിടെ ഇരുന്ന് വെന്തോളും. ആ സമയത്ത് ഞാൻ കുറച്ച് ബീഫ് വേവിക്കാൻ വെച്ചിരുന്നു. കാരണം കുട്ടികൾക്ക് മീൻ വലിയ ഇഷ്ടമില്ല. അപ്പൊ അവർക്ക് വേണ്ടി കുറച്ച് ബീഫ് ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഒന്ന് കടുക് വറുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ബേ ലീവ്സ് എല്ലാം കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ആയപ്പോൾ അതിലേക്ക് ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 സവോളയും കൂടെ ചേർക്കുന്നുണ്ട്. അതിന് സവോള വഴറ്റി വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അതൊന്ന് വഴറ്റി കൊടുക്കുവാണ്. അതൊന്ന് ബ്രൗൺ കളർ ആയപ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവാകുമ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് വെച്ച ബീഫ് ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്താണ് ഈ ബീഫ് വേവിച്ച് വെച്ചിരുന്ന. ബീഫിന് ആവശ്യമുള്ള ഉപ്പും ചേർത്തിരുന്നു അതിനകത്ത്. എന്നിട്ട് ഇതവിടെ ഇരുന്ന് ഗ്രേവിയും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ ബീഫും റെഡി ആയിട്ടുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്. പൊതിച്ചോറിലേക്കുള്ള മുട്ട പൊരിച്ചിട്ടുണ്ട്. മാങ്ങാ ചമ്മന്തിയാണ്. നമ്മുടെ പൊതിച്ചോറും ഇവിടെ പൊതിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ന്യൂസ് പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫോയിൽ പേപ്പറാണ് എടുത്തേക്കുന്നത്. അപ്പൊ അത് അവിടെ ഇരുന്ന് റെഡിയാകട്ടെ അല്ലേ.
അതെ, നമുക്ക് ലണ്ടനിലെ ജോയി ആലുക്കാസിൽ ഒരു ഗോൾഡ് ഷോപ്പിങ്ങിന് പോയാലോ? എന്ന വായ നമുക്ക് പോവാം. ഇത് അപ്റ്റം പാർക്കിലെ ഗ്രീൻ സ്ട്രീറ്റിലുള്ള ജോയി ആലുക്കാസിന്റെ പുതിയ ഷോറൂം ആണ്. ഈ ഷോറൂം തുടങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ വരവിന്റെ ഉദ്ദേശം ചേച്ചിയുടെ കൊച്ചുമകന്റെ പേരിടിൽ ചടങ്ങ് അടുത്ത് വരുന്നുണ്ട്. അപ്പൊ കുഞ്ഞിന് കെട്ടാൻ അരിഞ്ഞാണവും ഗിഫ്റ്റുകളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പുതിയ ഷോപ്പ് മോർ സ്പേഷ്യസ് ആണ്. അതുപോലെ ഒത്തിരി ട്രെൻഡിങ് കളക്ഷൻസും ഉള്ളതായിട്ട് തോന്നി. പക്ഷെ അരഞ്ഞാണത്തിന് ഒത്തിരി കളക്ഷൻസ് ഒന്നും ഉള്ളതായിട്ട് ഞാനിവിടെ കണ്ടില്ല. ഇവിടെ അങ്ങനെ ആരും അരിഞ്ഞാണം അധികം വാങ്ങാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ടാവും അരിഞ്ഞാണത്തിന് ഒത്തിരി കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മുടെ കുഞ്ഞൂട്ടിന് ഒരു ക്യൂട്ട് ആയിട്ടുള്ള അരിഞ്ഞാണം നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. പക്ഷെ മറ്റെല്ലാ ടൈപ്പ് ജുവലറികളുടെയും ഒരു വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടുത്തെ മോതിരം, കമ്മൽ, പ്രത്യേകിച്ച് വെറൈറ്റി ഓഫ് സ്റ്റഡ്സ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ പേൾ ആൻഡ് ഡയമണ്ട് കളക്ഷൻസ് ആണ്. സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത ഷോപ്പിലൊന്നും ആരും കാണില്ലായിരിക്കും, നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ വിചാരിച്ച്. പക്ഷെ അത്യാവശ്യം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ കുറച്ച് പേൾസ് കളക്ഷൻസ് ആണ്. പേള് പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ആർട്ടിഫിഷ്യൽ പേളിന്റെ കമ്മൽ എവിടെ കണ്ടാലും വാങ്ങുമായിരുന്നു. ഒറിജിനൽ പേളിന്റെ കമ്മലൊന്നും വേണമെന്ന് അന്ന് ആഗ്രഹം തോന്നിയിട്ടില്ല. പിന്നെ അത് പതിയെ ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോ റിയൽ പേൾസിന്റെ കളക്ഷൻസിലേക്ക് മാറി. ഇന്നെന്തായാലും സ്വർണം വാങ്ങാനുള്ള ഉദ്ദേശത്തിലല്ല ഞാനിങ്ങോട്ട് വന്നത്, ചേച്ചിയുടെ കൂടെ ഒരു കമ്പനിക്ക് വന്നതാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ പേൾ കളക്ഷൻസ് കണ്ടപ്പോ ഞാൻ ആകെ ടെംപ്റ്റഡ് ആയി. പ്രത്യേകിച്ച് അവിടെ ഒരു കുഞ്ഞ് പേളിന്റെ പെൻഡന്റ് സെറ്റ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. ഇവിടെ കസ്റ്റമർ സർവീസിലെ ചേട്ടൻ പറഞ്ഞു, എന്തായാലും ഇഷ്ടപ്പെട്ടതല്ലേ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ എന്നെ കൂടുതൽ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാനും ഓർത്തു എന്നാ പിന്നെ അതൊന്ന് ട്രൈ ചെയ്തേക്കാന്ന്. അങ്ങനെ ഞാൻ ആ പേൾസിന്റെ സെറ്റ് പുറത്തേക്ക് എടുത്തു. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. നിങ്ങളെയും കാണിക്കാട്ടോ. നല്ല ഭയങ്കര ക്യൂട്ടായിരുന്നു. ഒരു കുഞ്ഞു പെൻഡന്റ് ആണ് പേളിന്റെ. അതുപോലെ തന്നെ അതിന്റെ കമ്മലും ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്. ഭയങ്കര ക്യൂട്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വീഡിയോയില്. ഇതായിരുന്നു നമ്മുടെ എന്നെ ഒത്തിരി ആകർഷിച്ച ആ പേൾ പെൻഡന്റ് സെറ്റ്. അപ്പൊ ഞാൻ എന്താണേലും അതൊന്ന് ഇട്ടു നോക്കാന്ന് വിചാരിക്കുവാണ്. അത് എടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ചിന്തയായി, ഇനി അത് ട്രൈ ചെയ്യണോ? നമുക്കത് വാങ്ങാൻ ഉദ്ദേശമൊന്നും ഇല്ലല്ലോ. കണ്ട് അതിന്റെ ഭംഗിയൊക്കെ നോക്കി അങ്ങ് തിരിച്ചു വെച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോ നമ്മുടെ സെയിൽസ് അസിസ്റ്റന്റ് വീണ്ടും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, എന്താണേലും ട്രൈ ചെയ്ത് നോക്കൂ, നമുക്ക് നോക്കാം, അതിന്റെ വില എത്രയാവും എന്നൊക്കെ നോക്കാം, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി, നമ്മൾ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനത് ഒന്ന് വെയർ ചെയ്ത് നോക്കി. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ അത് അവിടെ കണ്ട ഡിസ്പ്ലേ ചെയ്തപ്പോ കണ്ട ഒരു ഭംഗി എനിക്ക് തോന്നിയില്ല. അതിനി എന്റെ കഴുത്തിന്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കത് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് അത് ഞാൻ അവിടെ ഇരുന്ന വേറൊരു പേളിന്റെ നെക്ലസ് എന്റെ കണ്ണിൽ ഉടക്കിയത്. അതൊന്ന് വെറുതെ ട്രൈ ചെയ്താലോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ അതും പുറത്തെടുപ്പിച്ചു. വെറുതെ ഒന്ന് നോക്കാനായിട്ട് എടുത്തതാണ്. അപ്പൊ അതിന്റെ വൈറ്റ് ഗോൾഡിന്റെയും ഉണ്ടായിരുന്നു, യെല്ലോ ഗോൾഡിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ യെല്ലോ ഗോൾഡ് ആണ് ട്രൈ ചെയ്തത്. അത് ഞാൻ ഇട്ട് നോക്കിയപ്പോ അത് എനിക്ക് വളരെ എലഗന്റ് ആയിട്ട് തോന്നി. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? എന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോ സുനിലേട്ടൻ പറഞ്ഞു, നീ എടുത്തോടിന്ന്. അതോടൊപ്പം ചേച്ചിയുടെ ഒരു സാക്ഷ്യപ്പെടുത്തലും കൂടി. നമ്മൾ എന്തെങ്കിലും കണ്ട് ആഗ്രഹിച്ച കൈ കാശുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് വാങ്ങണം, അല്ലെങ്കിൽ പിന്നെ അത് വേണം എന്ന് പറഞ്ഞു പോയാൽ പിന്നെ കിട്ടില്ല എന്ന് ചേച്ചി പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്കും തോന്നി ശരിയാന്ന്. പിന്നെ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. സുനിലേട്ടൻ എന്താണേലും പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ എന്താണേലും ഞാൻ ആ നെക്ലസ് എടുത്തു. പിന്നെ പൗണ്ടിന് നല്ല എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ബില്ല് കണ്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി. ഇതിവിടുത്തെ കുറച്ച് ഡയമണ്ട് കളക്ഷൻസ് ആണ്. ചേച്ചിയുടെ മോൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, അഭിരാമി. അവള് ഒരു ഡയമണ്ടിന്റെ മൂക്കുത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഡയമണ്ടിന്റെ ആണേലും. പിന്നെ എനിക്ക് ഡയമണ്ടിനേക്കായി എപ്പോഴും ഇഷ്ടം പേളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഡയമണ്ടിന്റെ സെഷനിലേക്കൊന്നും അധികം നോക്കാൻ പോയില്ല. ഇപ്പൊ ഇത് യാതൊരു വിധത്തിലുള്ള പ്രൊമോഷണൽ വീഡിയോയും അല്ല. ഞങ്ങൾ പർച്ചേസിന് പോയപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ.
അപ്പോൾ ഞാൻ എന്താണേലും ഹാപ്പിയായി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേൾ നെക്ലസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്ലസ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.